അടുത്ത പ്രോബ്ലം പറയാം. പി ഓഫ് എൻ 10⁻²n - 1 + 1. അപ്പോൾ 10ൻ്റെ പവറിലാണ് 2n - 1, അത് കഴിഞ്ഞ് താഴെയാണ് +1. ഈസ് ഡിവിസിബിൾ ബൈ 11. അപ്പോൾ എന്നിന് എന്ത് വില കൊടുത്താലും കിട്ടുന്ന ആൻസർ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആദ്യം എന്നിന് 1 കൊടുക്കുന്നു. 10⁻²2 × 1 2 ആണ്. 2 - 1 + 1. 2 - 1 1 ആണല്ലോ. അപ്പോൾ 10 + 1 11 ഈസ് ഡിവിസിബിൾ ബൈ 11 ആണ്. P of 1 is true. Assume P of k is true. 10⁻²k - 1 + 1 is divisible by 11. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ 10⁻²k - 1 + 1 = 11d. 10⁻²k - 1 = 11d - 1. P of k + 1 കണ്ടുപിടിക്കുന്നു. 10⁻² ഇൻറ്റു ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം k + 1 എഴുതാൻ. -1 + 1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ 10⁻²2k + 2 - 1 + 1. ഇവിടെ മാറ്റി എഴുതുമ്പോൾ ഈ 2 - 1നെ 1 എന്ന് എഴുതരുത്. കാരണം നമ്മളിവിടെ 10⁻²k - 1 ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതേ ടേം ഇവിടെ വരണം. അപ്പോൾ 10⁻²k - 1 ഇത് ഒരു +2 ഉണ്ടല്ലോ, അതിനെ × 10² എന്ന് എഴുതി. a⁻m × a⁻n കേട്ടോ. ഈ +1 അങ്ങനെ തന്നെയുണ്ട്. 10⁻²k - 1 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 11d - 1 × 10² 100 ആണ്, +1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. 1100d - 100 + 1 1100d - 99. ഇതും 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇതും 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവിസിബിൾ ബൈ 11. P of k + 1 is true. Hence P of n is true for all n. അതല്ല എങ്കിൽ P of k + 1നെ 10⁻² × k + 1 - 1 + 1. 10⁻²k + 2 - 1 + 1. 10⁻²k - 1 × 10² + 1. ഇതൊക്കെ അവിടെ എഴുതിയ പോലെ തന്നെ കേട്ടോ. 10⁻²k - 1 × 100 + 1. ഇനി 100നെ 11ൻ്റെ മൾട്ടിപ്പിളിൻ്റെ രൂപത്തിൽ എഴുതണം. അപ്പോൾ 99 + 1 എഴുതാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 10⁻²k - 1 × 99 + 10⁻²k - 1 പിന്നെ +1 അവിടെ ഉള്ളത്. അപ്പോൾ ഈ 10⁻²k - 1 × 99 ഡിവിസിബിൾ ബൈ 11 ആണ്. ഇത് P of k ആണ്. ഇതും ഡിവിസിബിൾ ബൈ 11 ആണ്. സോ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 11. P of k + 1 ഈസ് ട്രൂ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ പറയാം. P of n 3⁻²n + 2 - 8n - 9 ഈസ് ഡിവിസിബിൾ ബൈ 8. അപ്പോൾ ആദ്യം എന്നിന് 1 കൊടുത്തു. 3⁻² 2 + 2 - 8 - 9. 2 + 2 4 ആണ്. 3⁻4 81. 8 9 17. 81 - 17 64 divisible by 8. P of 1 is true. Assume P of k is true. 3⁻²k + 2 - 8k - 9 is divisible by 8. അപ്പോൾ 3⁻²k + 2 - 8k - 9 = 8d. അതിൽ നിന്ന് ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചു. 3⁻²k + 2 = 8d + 8k + 9. ഇനി P of k + 1 എഴുതി. 3⁻² × k + 1 അത് ബ്രാക്കറ്റിലിടണം. +2 - 8 × k + 1 - 9. 3⁻² ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ 2k + 2 + 2 - 8k - 8 - 9. 3⁻²k + 2 നമുക്ക് ആവശ്യമുണ്ട്. ഈ +2നെ × 3² എന്ന് എഴുതി. -8k - 7d. 3⁻²k + 2 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 8d + 8k + 9 × 3² 9 ആണ്. -8k - 17 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. 72d + 72k + 81 - 8k - 17. 72d അങ്ങനെ തന്നെ എഴുതി. 72k - 8k പറഞ്ഞാൽ 64k. 81 - 17 പറഞ്ഞാൽ 64. ഇതെല്ലാം ഡിവിസിബിൾ ബൈ 8 ആണ്. ഈസ് ഡിവിസിബിൾ ബൈ 8. P of k + 1 is true. Hence P of n is true for all n. അതല്ല എങ്കിൽ ഇതൊക്കെ അവിടെ ചെയ്ത് അതേപോലെ മാറ്റമൊന്നുമില്ല. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, അതൊക്കെ ചെയ്തു. ഇതുവരെ സെയിം. 3² 9 എഴുതി. എന്നിട്ട് ആ 9 P of k എന്നുള്ള ടേം കിട്ടണം നമുക്ക്. P of k കിട്ടാനായിട്ട് P of k നമുക്കറിയാം. 3⁻k + 2k + 2 - 8k - 9 ഇങ്ങനെ ഒരു ടേം വരണം. ഈ ടേം വരുവാനായിട്ട് 3⁻²k + 2 × 9 ഉണ്ട്. ഇവിടെ × 9 വരണം. അപ്പോൾ ഒരു 9 മൾട്ടിപ്ലൈ ചെയ്താൽ 72k ആവും. +64k കാരണം 8kനും
നമുക്ക് ആ മെത്തേഡ് വേണ്ട കേട്ടോ. 3^2k + 2 × 9 -8k -8 -9 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടി. ഇനി അടുത്ത ടേം സ്റ്റെപ്പ് പറഞ്ഞു നമ്മൾ 9നെ 8ൻ്റെ രൂപത്തിൽ എഴുതണം. അപ്പോൾ 9നെ നമുക്ക് 8 + 1 എഴുതാം. 3^2k + 2 × 8 + 1 -8k -9 -8 ബാക്കിയുള്ള ടേം അതുപോലെ തന്നെ എഴുതി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ 3^2k + 2 × 8 ഒരെണ്ണം പ്ലസ് 3^2k + 2 × 1 പറഞ്ഞാൽ അത് തന്നെയല്ലേ വരിക, -8k -9 -8. ഇവിടെ × 8 ഉള്ളത് തന്നെ ഡിവിസിബിൾ ബൈ 8 ആണ്. ഈ 3^2k + 2 -8k -9 പറയുന്നതാണ് P of k. അത് ഡിവിസിബിൾ ബൈ 8 ആണ്. ഇവിടെ 8 ആണ്, വിച്ച് ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 8. സോ ഈസ് ഡിവിസിബിൾ ബൈ 8. ഹെൻസ് P of k + 1 ഈസ് ട്രൂ. ഏതാണോ എളുപ്പം അത് പഠിച്ചാൽ മതി കേട്ടോ. രണ്ടും കൂടി പഠിച്ച് ഫോളോ ആക്കരുത്. ഒരു പ്രോബ്ലം കൂടി പറഞ്ഞാൽ ഹോംവർക്ക് തരാം. P of n × n + 1 × n + 5 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. ഇവിടെ n എന്ത് വില കൊടുത്താലും കിട്ടുന്ന ആൻസർ 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. n 1 കൊടുത്താൽ 1 × 2 × 6 12 ആണ്, ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. P of 1 ഈസ് ട്രൂ. അസ്യൂം P of k ഈസ് ട്രൂ. k × k + 1 × k + 5 ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ k² + k × k + 5 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ k³ + 5k² + k² + 5k ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3. k³ + 6k² + 5k ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3. k³ + 3k² 6k² + 5kനെ 3യുടെ മൾട്ടിപ്പിൾ ആയത് തന്നെ 3 എന്ന് എഴുതി. 3D എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ, അത് കുഴപ്പമില്ല. ഇനി P of k + 1 എടുത്തു. ഇത് k + 1 ആവും. അടുത്തത് k + 1 + 1 k + 2 ആവും. k + 1 + 5 k + 6 ആവും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. k² + 2k + k + 2 × k + 6. വീണ്ടും ഓപ്പൺ ചെയ്തു. k³ + 6k² + 2k² + 12k + k² + 6k + 2k + 12 k³ നമുക്ക് k³ + 6k² + 5k ആണ് 3m ആണെന്ന് അറിയാം. അപ്പോൾ k³ + 6k² + 5k മാത്രം എടുത്തു. ബാക്കി ഇവിടെ 2k² ഒരു k² ഉണ്ട് 3k². 12 6 18 2 20k ആണുള്ളത്. അതിൽ 5k എടുത്തപ്പോൾ ബാക്കി 15k + 12. ഇതെന്താണ്? ഡിവിസിബിൾ ബൈ 3 ആണ്. ഇവിടെ 3ൻ്റെ ഡിവിസിബിൾ ആണ്, മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. 15 മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. 12 മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. സോ ഈസ് ഡിവിസിബിൾ ബൈ 3 അല്ലെങ്കിൽ ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3. P of k + 1 ഈസ് ട്രൂ. ഹെൻസ് P of n ഈസ് ട്രൂ ഫോർ ഓൾ n. ഹോംവർക്ക് പറയാം, ശ്രദ്ധിച്ചോ. P of n x⁻²n - y⁻²n ഈസ് ഡിവിസിബിൾ ബൈ x + 5. P of n 41⁻n - 14⁻n ഈസ് മൾട്ടിപ്പിൾ ഓഫ് 27. P of n 2⁻3n - 1 ഈസ് ഡിവിസിബിൾ ബൈ 7. P of n 3⁻2n - 1 ഈസ് ഡിവിസിബിൾ ബൈ 8. P of n 4⁻n + 15n - 1 ഈസ് ഡിവിസിബിൾ ബൈ 9. P of n n × n + 1 × n + 2 ഈസ് മൾട്ടിപ്പിൾ ഓഫ് 6. എല്ലാം ചെയ്ത് നോക്കുക. കിട്ടാത്തുണ്ടെങ്കിൽ ചോദിക്കുക. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ ഒരെണ്ണം.